അഴീക്കൽ തുറമുഖത്ത് നിന്ന് 44 നൌട്ടിക്കൽ മൈൽ അകലെ ചരക്ക് കപ്പൽ തീപിടിച്ച സംഭവത്തിൽ രക്ഷാദൌത്യം തുടരുകയാണ് എന്ന് ഡിഫൻസ് PRO അതുൽ പിള്ള. കോസ്റ്റ് ഗാർഡിന്റെ 2 കപ്പലുകൾ രക്ഷാദൌത്യം നയിക്കുന്നുണ്ട്. കപ്പലിൽ കുടുങ്ങിയവരെ രക്ഷിക്കുക എന്നതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തീ കൂടുതൽ പടരാനുള്ള സാധ്യതയുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. കണ്ടിന്യൂസ്ലി ഫയർ ഫൈറ്റിംഗ് ഓപ്പറേഷൻസിൽ ഇൻവോൾവ് അവർ കണ്ടിന്യൂസ് ഫയർ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക. രാവിലത്തെ കോസ്റ്റ് ഗാർഡ് ഡോണി എയർക്രാഫ്റ്റ് ഏരിയൽ സർവൈലൻസിന് പോയപ്പം ഷിപ്പിലൊരു 10 to 15 ഡിഗ്രീസ് ഒരു ടിൽറ്റ് കണ്ടത്, ചരിഞ്ഞിട്ടുണ്ട് ഷിപ്പ്. ഫയർ ഫൈറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുക. നേവിയുടെ ഷിപ്പ് സൂറത്ത് ഇന്നലെ മംഗലാപുരം ക്രൂവിനെ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ഫുൾ സ്പീഡ് തിരിച്ച് ഏരിയയിലോട്ട് വന്നുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞിട്ട് സത്ലജ് ഇപ്പോഴും അവിടെ ഉണ്ട്. സമർത്ത് പറഞ്ഞൊരു ഷിപ്പ് ഇപ്പം കൊച്ചിയിൽ നിന്ന് രാവിലെ പോയിട്ടുണ്ട്. അതിൽ ഈ കമ്പനി സാൽവേജേഴ്സിനെ കൊണ്ട് ആ ഏരിയയിലോട്ട് പോയിട്ടുണ്ട്, അവർക്ക് അസസ് ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ എങ്ങനെയാണ് ഇനിയുള്ള എന്തെങ്കിലും കടലിൽ കലരാനുള്ള അസ്വസ്ഥതകളല്ല, അത്തരം അപകട സാഹചര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ? മെയിൻ ഒബ്ജക്റ്റീവ്സ് നമ്മുടെ ഇതായിരുന്നു ക്രൂവിനെ രക്ഷപ്പെടുത്തുന്നതായിരുന്നു. അതിൽ നമ്മൾ പാർഷ്യലി സക്സസ് ആയിട്ടുണ്ട്. ബാക്കി 4 പേര് മിസ്സിങ് ആണ്. അവരെ തെരച്ചിൽ ബാക്കിയുള്ള ഷിപ്പുകൾ, അവിടെ ഏരിയയിലുള്ള ഷിപ്പുകൾ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക, അവരെ സേവ് ചെയ്യാനുള്ള. രണ്ടാമത്തെ ഈ പ്രോപ്പർട്ടി ഡിസ്ട്രക്ഷനെ മിനിമൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു ഒരു ഷിപ്പ് തീ പിടിക്കുമ്പോൾ ആ ഷിപ്പിലെ ഫുൾ മെറ്റൽ പാർട്സ് ആണ്, അതിൽ ഇൻഫ്ലേമബിൾ മെറ്റീരിയൽസ് ഉണ്ട്. അപ്പോൾ തീ സ്പ്രെഡ് ആവാൻ ചാൻസസ് ഉണ്ട്. ആ സ്പ്രെഡ് ആവുന്ന ചാൻസസിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ഈ 2 കോസ്റ്റ് ഗാർഡ് ഷിപ്പ് നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇന്നലെ രാത്രി തൊട്ട്. അപ്പം അവിടെ ഈ ഷിപ്പിൻ്റെ അടുത്തോട്ട് ചെല്ലാൻ തന്നെ ഭയങ്കര ഒരു ഡേഞ്ചറസ് സിറ്റുവേഷൻ, ബിക്കോസ് കണ്ടെയ്നേഴ്സ് എല്ലാം വെള്ളത്തിലുണ്ട്. അപ്പോൾ ഇവരതൊക്കെ മാനുവർ ചെയ്തിട്ട് ഒരു 50 മീറ്റേഴ്സ് അടുത്ത് നിന്നിട്ട് അവർ ഈ ഫോം സ്പ്രേ ചെയ്തിട്ട് തീയെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നോക്കും.